ഈ കഴിഞ്ഞ 2019 ഫെബ്രുവരി 2 സ്ഥലം ജാർഖണ്ഡ് ഡിസ്ട്രിക്ട്, മഹാരാഷ്ട്ര. 12 വയസ്സുള്ള മങ്കേഷും അവൻ്റെ അനുജത്തിയും പതിവ് പോലെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. അന്നൊരു ശനിയാഴ്ചയാണ്, അതുകൊണ്ട് ക്ലാസ് 2 മണിക്ക് തീരും. എന്നാൽ മങ്കേഷിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അന്ന് അവധിയായതുകൊണ്ട് ആ ക്ലാസ്സിലുള്ള കുട്ടികളെ മാത്രം നേരത്തെ വിട്ടു. 2 മണിക്ക് മുൻപേ തന്നെ മങ്കേഷ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ടു. മങ്കേഷ് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. കാരണം ക്ലാസ് നേരത്തെ വിട്ടിരിക്കുന്നു. മാത്രവുമല്ല, അടുത്ത ദിവസം ഞായറാഴ്ചയാണ്, അന്നും അവധിയാണ്. 12 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആർത്തുല്ലസിച്ച് ആഹ്ലാദിച്ചാണ് അവൻ വീട്ടിലേക്ക് പോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് തൻ്റെ വീടടുക്കാറായപ്പോൾ തൻ്റെ കൂട്ടുകാർ കളിക്കുന്നത് അവൻ കണ്ടു. അല്പനേരം ഒന്ന് കാത്തിരിക്കൂ, ഞാനും ഉടനെ വരാമെന്ന് പറഞ്ഞ് അവൻ വേഗം വീട്ടിലേക്ക് ഓടി. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ഉടൻ ആഹാരം കഴിക്കണമെന്നുള്ളത് ആ വീട്ടിലെ എഴുതപ്പെടാത്ത നിയമമാണ്. അതുകൊണ്ട് വീട്ടിലെത്തിയ ഉടൻ തന്നെ മങ്കേഷിൻ്റെ അമ്മ അവനോട് വേഗം ആഹാരം കഴിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ മങ്കേഷ് അമ്മയോട് തനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞ് സമീപത്തുള്ള വനപ്രദേശത്തേക്ക് പോയി. ആ ഗ്രാമത്തിലുള്ള പലരും വെളിക്കിരിക്കുവാനായിട്ട് പോകുന്നത് സമീപത്തുള്ള വനപ്രദേശത്താണ്. അവിടേക്കാണ് മങ്കേഷും പോയത്. അല്പനേരം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോയ മങ്കേഷിൻ്റെ അനുജത്തി വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. എന്നാൽ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വനപ്രദേശത്തേക്ക് പോയ മങ്കേഷ് മാത്രം അതുവരെയും മടങ്ങിയെത്തിയില്ല. തന്നോട് ചോദിക്കാതെ മങ്കേഷ് കൂട്ടുകാരുടെ കൂടെ കളിക്കുവാൻ പോയെന്നാണ് ആ അമ്മ ആദ്യം വിചാരിച്ചത്. അതുകൊണ്ട് അവർ വേഗം തന്നെ കോപത്തോടെ ആ കുട്ടികളുടെ അടുക്കൽ ചെന്ന് മങ്കേഷ് ഇവിടേക്ക് വന്നോ എന്ന് ചോദിച്ചു. ആ കുട്ടികൾ അവരോട് ഇപ്പോൾ തന്നെ കളിക്കുവാനായിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞാണ് മങ്കേഷ് വീട്ടിലേക്ക് പോയത്. എന്നാൽ ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സമയം മെല്ലെ മുൻപോട്ട് പോകുവാൻ തുടങ്ങി. 4 മണിയായി, 5 മണിയായി, 6 മണിയായി. പക്ഷേ മങ്കേഷ് മാത്രം മടങ്ങി വന്നില്ല. യാതൊന്നും കഴിക്കാതെ ബാത്റൂമിലേക്കാണെന്ന് പറഞ്ഞ ആ വനത്തിലേക്ക് പോയ മങ്കേഷ് എവിടെ പോയി? വിശപ്പിൻ്റെ ആധിക്യം മൂലം വല്ലയിടത്തും തളർന്നു വീണ് കാണുമോ? ഇതൊക്കെ ഓർത്ത് ആ അമ്മ ആശങ്കപ്പെടുവാൻ തുടങ്ങി. സൂര്യൻ അസ്തമിച്ചു. എല്ലായിടത്തും ഇരുട്ട് വീഴുവാൻ തുടങ്ങി. അപ്പോഴാണ് ജോലിയെല്ലാം കഴിഞ്ഞ് മങ്കേഷിൻ്റെ പിതാവായ ഡുഗ്രു വീട്ടിലേക്ക് വരുന്നത്. മങ്കേഷിൻ്റെ അമ്മ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് പറഞ്ഞു. അയാളും ഭയന്നുപോയി. ഇരുവരും ചേർന്ന് മങ്കേഷിനെ സമീപത്തുള്ള വനപ്രദേശത്ത് തിരയുവാൻ തുടങ്ങി. മങ്കേഷ് പതിവായിട്ട് കളിക്കുവാനായിട്ട് പോകുന്ന എല്ലാ സ്ഥലങ്ങളും അവർ തിരയുവാൻ തുടങ്ങി. ഇവരിങ്ങനെ തിരയുന്നത് കണ്ട് ആ ഗ്രാമത്തിലെ മറ്റാളുകളും ചേർന്ന് മങ്കേഷിനെ തിരയുവാൻ ആരംഭിച്ചു. ആ ഗ്രാമത്തിൻ്റെ മുക്കും മൂലയും അവർ അരിച്ചു പെറുക്കി. അത് രാവിലെ 3 മണി വരെ ആ തിരച്ചിൽ നീണ്ടുപോയി. പക്ഷേ മങ്കേഷ് എവിടെയാണെന്ന യാതൊരു സൂചനയും അവർക്ക് കിട്ടിയില്ല. സ്കൂളിൽ നിന്നും വളരെ സന്തോഷത്തോടെ വന്ന് ബാത്റൂമിലേക്കാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ 12 വയസ്സുള്ള ഒരു ബാലൻ കാണാതായിരിക്കുന്നു. അവൻ എന്തു പറ്റിയെന്ന് ആർക്കും അറിയില്ല. എന്നാൽ മങ്കേഷ് എവിടെയെന്ന് അന്വേഷിച്ച് ആ ഗ്രാമത്തിൻ്റെ മുക്കും മൂലയും തിരഞ്ഞ ആ ഗ്രാമവാസികളെയും കാത്ത് വല്ലാത്തൊരു ട്വിസ്റ്റ് കാത്തിരിപ്പുണ്ടായിരുന്നു. അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നായിരുന്നു അത്. മങ്കേഷിന് അന്ന് എന്താണ് സംഭവിച്ചത്? ഗ്രാമവാസികളെ ഞെട്ടിച്ച ആ ട്വിസ്റ്റ് എന്താണ്? വെൽക്കം ബാക്ക്. മഹാരാഷ്ട്രയിലെ ചോപ്ട എന്ന പ്രദേശത്തെ ചെറിയൊരു ഗ്രാമമാണ് ചാർഡി. ആ ഗ്രാമത്തിലാണ് ഡഗ്രു പട്ടേലും അയാളുടെ ഭാര്യയും 2 കുട്ടികളും ജീവിച്ചു വരുന്നത്. വളരെ സാധാരണക്കാരായിരുന്നു ഡഗ്രുവും കുടുംബവും. ഇടയ്ക്കൊക്കെ അയാൾക്ക് ചെറിയ ചെറിയ കൂലിപ്പണികൾ കിട്ടും. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരുന്നൊരു ഫാമിലി. പാവപ്പെട്ടവരാണെങ്കിലും ഡഗ്രുവിന് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു: തൻ്റെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതുകൊണ്ടാണ് തൻ്റെ 2 കുട്ടികളെയും, മങ്കേഷ് പട്ടേലിനെയും അവൻ്റെ അനുജത്തിയെയും, സമീപത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുവാനായിട്ട് അയച്ചത്. ഡഗ്രുവിൻ്റെ ഭാര്യയുടെ പേര് ഗീതാഭായ് പട്ടേൽ എന്നാണ്. അവരുടെ പ്രധാനപ്പെട്ട ജോലി വീടും കുട്ടികളെയും നോക്കുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഡഗ്രുവിൻ്റെ കുടുംബം നല്ല അടിത്തറയുള്ള ഒരു മാതൃകാ കുടുംബമാണെന്ന് പറയാം. അങ്ങനെ ഇരിക്കവെയാണ് 2019 ഫെബ്രുവരി 2 കടന്നു വരുന്നത്. പതിവ് പോലെ കുട്ടികൾ 2 സ്കൂളിലേക്ക് പോയി. ഡഗ്രുവും പതിവ് പോലെ ഒരു കെട്ടിട നിർമ്മാണ ജോലിക്ക് പോയി. അതിനുശേഷമാണ് നമ്മൾ ഇൻട്രോയിൽ കണ്ട കാര്യങ്ങൾ നടന്നത്. മങ്കേഷിൻ്റെ മാതാപിതാക്കളും ആ ഗ്രാമവാസികളും ആ രാത്രി മുഴുവനും അവിടമാകെ തെരഞ്ഞിട്ടും അവനെ കണ്ടുകിട്ടിയില്ല. അതിൻ്റെ അടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 3 സമയമായെന്ന് അവർക്ക് മനസ്സിലായി. അതിൻ പ്രകാരം ഡഗ്രുവും കുടുംബവും സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ 12 വയസ്സുള്ള മകനെ കാണുവാനില്ല എന്ന് പരാതി കൊടുത്തു. പോലീസ് പതിവുള്ളതുപോലെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ മങ്കേഷിൻ്റെ അമ്മ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടിരിക്കുകയാണ്. ഡഗ്രുവിൻ്റെ അവസ്ഥയും മറ്റൊന്നല്ല. പോലീസ് ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്: അവസാനമായിട്ട് മങ്കേഷിനെ നിങ്ങൾ എപ്പോഴാണ് കണ്ടത്? അതിന് മങ്കേഷിൻ്റെ അമ്മ കൊടുത്ത മറുപടി ഇതാണ്: അവൻ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നു. അവനോട് ആഹാരം കഴിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ തനിക്ക് അർജൻറ്റായിട്ട് ബാത്റൂമിൽ പോകണമെന്നും അത് കഴിഞ്ഞ് വന്നിട്ട് ആഹാരം കഴിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് അവൻ സമീപത്തുള്ള വനത്തിലേക്ക് ഓടി. അങ്ങനെ വനത്തിലേക്ക് പോയ അവൻ പിന്നെ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. ഇത്രയും പറഞ്ഞതും ആ സ്ത്രീ പൊട്ടിക്കരയുവാൻ തുടങ്ങി.
പോലീസ് ഇതേ ചോദ്യം ഡഗ്രുവിനോടും ചോദിച്ചു. അതിന് അയാൾ കൊടുത്ത മറുപടി ഇതാണ്: ഞാൻ ജോലിക്ക് പോകുന്നതിന് തൊട്ടു മുൻപാണ് മങ്കേഷിനെ കണ്ടത്. അവൻ സ്കൂളിലേക്ക് പോകുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടേയില്ല. അടുത്തതായിട്ട് പോലീസ് ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഒരു പക്ഷേ ആരെങ്കിലും വ്യക്തിവൈരാഗ്യം മൂലം കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതായിരിക്കാം. അത് വെച്ച് പോലീസ് ഡഗ്രുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ? അതിന് അവർ കൊടുത്ത മറുപടി ഇതാണ്: ഞങ്ങൾക്ക് ആരും ശത്രുക്കളില്ല. അടുത്ത സാധ്യത ഇതാണ്: നിങ്ങളിൽ ആരെങ്കിലും അന്നേ ദിവസം മങ്കേഷിനെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്തിരുന്നോ? ചിലപ്പോഴൊക്കെ കുട്ടികൾ മാതാപിതാക്കൾ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്താൽ സ്വന്തം ഇഷ്ടപ്രകാരം വീട് വിട്ടു പോകാറുണ്ട്. ആ ചോദ്യത്തിനും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അടുത്തതായിട്ട് പോലീസ് നേരെ പോയത് മങ്കേഷ് പഠിച്ചിരുന്ന സ്കൂളിലേക്കാണ്. അവനെ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരോടും അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. സ്കൂളിലെ ടീച്ചർമാർക്കും മങ്കേഷിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു. വളരെ സൈലന്റായ നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയാണെന്നാണ് അവർ മങ്കേഷിനെ കുറിച്ച് പറഞ്ഞത്. കൃത്യസമയത്ത് സ്കൂളിൽ വരും, സ്കൂൾ വിട്ടാ ഉടനെ നേരെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ മങ്കേഷ് കാണാതായിട്ട് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. പോലീസ് സംഘം ആ ഗ്രാമമാകെ അരിച്ചുപെറുക്കി. മങ്കേഷിന്റെ കൂട്ടുകാരെയും സ്വന്തക്കാരെയും അയൽക്കാരെയും എല്ലാവരെയും ചോദ്യം ചെയ്തു. പക്ഷെ അവർക്ക് യാതൊരു ക്ലൂവും കിട്ടിയില്ല. മങ്കേഷ് എവിടേക്ക് പോയി എന്നതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല വീഡിയോ ഫൂട്ടേജും കിട്ടുമോ എന്ന് അന്വേഷിച്ച പോലീസിന് വീണ്ടും നിരാശയായിരുന്നു കാത്തിരുന്നത്. കാരണം അതൊരു കുഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ CCTVകളോ മറ്റ് സംവിധാനങ്ങളോ അവിടെയില്ല. പോലീസിന് ഈ കേസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. കേസ് ആരംഭിച്ചിടത്ത് തന്നെ നിൽക്കുകയാണ്. പിന്നെ പോലീസ് ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഒരു പക്ഷേ മങ്കേഷിനെ ആരെങ്കിലും പണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടു പോയതായിരിക്കുമോ? അങ്ങനെ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിലും നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടികളെ മാത്രമാണ് കിഡ്നാപ്പേഴ്സ് തട്ടിക്കൊണ്ടു പോകൂ. ഒരു കാരണവശാലും മങ്കേഷിനെ പോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകില്ല. പോലീസിന്റെ ആ സംശയവും അവിടെ അവസാനിക്കുകയാണ്. അധികം താമസിയാതെ മങ്കേഷ് കാണാതായിട്ട് 3 ദിവസമായി. കുട്ടിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ഈ കേസിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ SP വേഗം തന്നെ 50 പേരടങ്ങുന്ന ഒരു പോലീസ് ടീമിനെ തയ്യാറാക്കി. എന്നിട്ട് ആ ഗ്രാമവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വനപ്രദേശവും അരിച്ചു പെറുക്കുവാനായിട്ട് അവരെ അയച്ചു. എന്നാൽ 50 പേരടങ്ങുന്ന ആ പോലീസ് ടീം അക്ഷീണം പ്രയത്നിച്ചിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല. അതിന്റെ അടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 5-ാം തീയതി മറ്റൊരു സംഭവം ഉണ്ടായി. ആ ഗ്രാമത്തിലുള്ള ചില ആളുകൾ ഭീതിയോടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നു. ഗ്രാമീണർ പറഞ്ഞ കാര്യം കേട്ട് വിറച്ചു പോയ പോലീസ് വേഗം തന്നെ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. പോലീസിനെ ഗ്രാമീണർ നയിച്ചത് അവരുടെ ഗ്രാമത്തിനോട് ചേർന്നുള്ള ആ വനപ്രദേശത്തേക്കാണ്. അവിടെ അവരെ കാത്തിരുന്നത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഒരു ചെറിയ കുട്ടിയുടെ മുറിച്ചെടുത്ത ഒരു കാൽ ആ വനത്തിൽ കിടക്കുന്നു. ഈ കാര്യം വൈകാതെ മങ്കേഷിന്റെ ഫാമിലിയും അറിയുകയാണ്. അവർ വേഗം അവിടേക്ക് പുറപ്പെട്ടു. ആ കാല് കണ്ടതും മങ്കേഷിന്റെ അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതെന്റെ മകന്റെ കാല് തന്നെയാണെന്ന് പറഞ്ഞ് ആ അമ്മ അവിടെ ബോധം കെട്ടു വീണു. ഒട്ടും വൈകാതെ സ്ഥലത്ത് എത്തിയ ഫോറൻസിക് ടീം മങ്കേഷിന്റെ കാലല്ലാതെ അവിടെ മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷേ അവർ വിചാരിച്ചതുപോലെ യാതൊരു എവിഡൻസും അവിടെ നിന്നും കിട്ടിയില്ല. അവർക്ക് ആകെപ്പാടെ കിട്ടിയ ഒരേ ഒരു തെളിവ് ഒരു കുട്ടിയുടെ കാലിന്റെ ഭാഗം മാത്രമാണ്. ആ കാല് മങ്കേഷിന്റെ ആണോ എന്നറിയുവാനായിട്ട് അത് DNA ടെസ്റ്റ് ചെയ്യുവാനായിട്ട് അവർ ലാബിലേക്ക് അയച്ചു. വനത്തിൽ നിന്നും കുട്ടിയുടെ കാല് കിട്ടിയതോടെ പോലീസും ആവശ്യത്തിലായി. കുട്ടിയുടെ മറ്റ് ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയുവാനായിട്ട് അവർ പോലീസ് നായ്ക്കളെ അവിടേക്ക് വരുത്തുകയാണ്. എന്നാൽ ഇത്തവണയും പോലീസ് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. ഏകദേശം 2 മണിക്കൂറോളം ആ വനത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച പോലീസ് നായ്ക്കൾ മങ്കേഷിന്റെ വീട്ടുമുറ്റത്താണ് അവസാനം എത്തി നിന്നത്. മങ്കേഷ് വെളിക്കിരിക്കുവാനായിട്ട് പോയ ആ വനപ്രദേശം നിരവധി കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ ഒന്നാണ്. ഇത് മനസ്സിലാക്കിയ പോലീസ് ഒരു അനുമാനത്തിലെത്തി. ഒരു പക്ഷേ മലമൂത്ര വിസർജനത്തിന് പോയ മങ്കേഷിനെ ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ പിടിച്ചതായിരിക്കാം. എന്നാൽ അവരുടെ ഈ നിഗമനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഫോറൻസിക് ലാബിൽ നിന്നും റിപ്പോർട്ട് വരികയാണ്. ഫോറൻസിക് ടീമിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതാണ്: അവർക്ക് കിട്ടിയ ആ കാല് ഒരു കുട്ടിയുടെ വലത് കാലാണ്. ആ കുട്ടിക്ക് ഏകദേശം 12 മുതൽ 13 വയസ്സ് വരെ പ്രായം കാണും. മാത്രവുമല്ല, മൂർച്ചയുള്ള കോടാലി പോലെയുള്ള എന്തോ ആയുധം ഉപയോഗിച്ചാണ് ആ കാൽ വെട്ടി മാറ്റിയിട്ടുള്ളത്. കൂടാതെ കാൽ വെട്ടി മാറ്റുന്ന സമയത്ത് കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. ഒരു ജഡത്തിൽ നിന്നുമാണ് ആ കാൽ വെട്ടി മാറ്റിയിട്ടുള്ളത്. ഇതിൽ എല്ലാറ്റിലും ഉപരിയായിട്ട് ആ കാലിന്റെ DNA റിപ്പോർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അത് മങ്കേഷിന്റെ കാലുകൾ തന്നെയാണ്. പോലീസിനെ സംബന്ധിച്ച ഈ റിപ്പോർട്ട് വളരെ ഷോക്കിംഗ് ആയ ഒന്നായിരുന്നു. ഇത്രയും ദിവസം വരെ മങ്കേഷിന്റെ തിരോധാനം ഒന്നുകിൽ ഒരു മിസ്സിംഗ് കേസ് അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് കേസ്, അവർ അങ്ങനെയാണ് വിചാരിച്ചത്. എന്നാൽ ഇപ്പോഴിതാ അതൊരു കൊലക്കേസായിട്ട് മാറിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ ഒരു വനത്തിൽ നിന്നും ഒരു കുട്ടിയുടെ കാലിന്റെ ഭാഗം കണ്ടെടുത്തു എന്ന വാർത്ത കാട്ടുതീ പോലെ എങ്ങും വ്യാപിച്ചു. പത്രങ്ങളിലും TV-യിലും ഇതൊരു വലിയ വാർത്തയായി. അതോടൊപ്പം ഈ കൊലയ്ക്ക് പിന്നിൽ ആരായിരിക്കുമെന്ന ചില അഭ്യൂഹങ്ങളും നാടെങ്ങും പരക്കുവാൻ തുടങ്ങി. മങ്കേഷിന്റെ കാൽ കണ്ടെടുക്കപ്പെട്ടതിന്റെ തലേ ദിവസം, അതായത് ഫെബ്രുവരി 4-ാം തീയതി, അന്നൊരു അമാവാസിയായിരുന്നു. അമാവാസിക്കും ഈ കേസിനും തമ്മിൽ എന്ത് ബന്ധമുണ്ടായിരിക്കുമെന്നാകും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ ബന്ധമുണ്ട്. ബ്ലാക്ക് മാജിക്,
അതായത് ദുർമന്ത്രവാദം ചെയ്യുവാനായിട്ട് മന്ത്രവാദികൾ പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അമാവാസി. ആ ദിവസമാണ് അവർ പൂജകളും അതുപോലെ നരബലി പോലെയുള്ള മറ്റു ക്രൂരതകളും ചെയ്യുന്നത്. ഒരു പക്ഷേ മങ്കേഷ് ഇതുപോലെ ഏതെങ്കിലും മന്ത്രവാദിയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കാം. അയാൾ അവനെ നരബലി കൊടുത്തിരിക്കാം. അങ്ങനെയുള്ള വാർത്തകളാണ് എങ്ങും പരന്നത്. ഈ വാർത്ത കേട്ടതും ആ ഗ്രാമത്തിലുള്ള മറ്റുള്ളവരും ഭീതിയിലായി. തങ്ങളുടെ കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തു വിടുവാൻ പോലും അവർ അനുവദിച്ചില്ല. എന്തിനേറെ സ്കൂളിലേക്ക് പോലും അവർ കുട്ടികളെ വിട്ടില്ല. അതേ സമയത്ത് പോലീസിനും ഈ വാർത്തയെ അങ്ങനെ അലക്ഷ്യമായിട്ട് തള്ളിക്കളയുവാൻ കഴിയില്ല. ഈ വാർത്തയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അതോ വെറും കുപ്രചരണം മാത്രമാണോ? അതൊന്നും അവരെ ബാധിക്കുന്ന കേസല്ല. അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പോലീസ് വേഗം തന്നെ ആ പ്രദേശത്തുള്ള ദുർമന്ത്രവാദികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പിന്നെ ഓരോരുത്തരെയായിട്ട് മാറ്റി നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ ചോദ്യം ചെയ്യലിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ മന്ത്രവാദികൾക്ക് മങ്കേഷിന്റെ കൊലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഫെബ്രുവരി 15-ാം തീയതി കടന്നു വരികയാണ്. അതായത് മങ്കേഷ് കാണാതായിട്ട് ഇപ്പോൾ 13 ദിവസമായിരിക്കുന്നു. അന്നേ ദിവസം നമ്മൾ മുൻപ് കണ്ടതുപോലെ ഏതാനും ഗ്രാമവാസികൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വരികയാണ്. അവർ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു. അത് കേട്ട് ഞെട്ടിപ്പോയ പോലീസ് വേഗം അവരോടൊപ്പം പുറപ്പെട്ടു. പഴയതുപോലെ വനത്തിലേക്കാണ് ഇത്തവണയും ഗ്രാമവാസികൾ പോലീസിനെ നയിച്ചത്. അവിടെ ഒരു കുറ്റിക്കാടിന്റെ മറവിലായിട്ട് അവരെയും കാത്ത് ഞെട്ടിക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസ് വിറങ്ങലിച്ചു പോയി. പോലീസ് മാത്രമല്ല, ഈ വാർത്ത അറിഞ്ഞ് അവിടെ ഓടിക്കൂടിയ മുഴുവൻ ഗ്രാമവാസികളും ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഓടി വന്നവരുടെ കൂട്ടത്തിൽ മങ്കേഷിന്റെ അമ്മ ഗീതയും ഉണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ടതും ഗീത ഇതെന്റെ മകനാണ്, ഇതെന്റെ മങ്കേഷാണ് എന്ന് പറഞ്ഞ് അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. ആ കുറ്റിക്കാടിന്റെ മറവിൽ അവർ കണ്ട കാഴ്ച ഇതായിരുന്നു. തലയില്ലാത്തൊരു ബാലന്റെ ഉടൽ. മാത്രവുമല്ല, ആ ബാലന്റെ ശരീരത്തിൽ നിന്നും ഒരു കൈ വെട്ടി മാറ്റിയിട്ടുമുണ്ട്. അങ്ങനെ വെട്ടിയെടുത്ത ആ കൈ ശരീരത്തോട് ചേർന്ന് തന്നെ കിടപ്പുണ്ട്. മാത്രവുമല്ല, ആ ബോഡിയിൽ നിന്നും കേവലം 2 അടി മാറി മറ്റൊരു ശരീരഭാഗം കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല, അറുത്തു മാറ്റപ്പെട്ട മങ്കേഷിന്റെ തലയായിരുന്നു. ആരോ അത് അതിക്രൂരമായിട്ട് അടിച്ച് 2 കഷ്ണങ്ങളാക്കി മാറ്റിയിരുന്നു. അങ്ങനെ 2 കഷ്ണമായ തലയുടെ ഒരു ഭാഗം മാത്രമാണ് പോലീസിന് അവിടെ നിന്നും കിട്ടിയത്. കൂടാതെ ആ ജഡത്തിൽ ഒരു വസ്ത്രമുണ്ടായിരുന്നു. ആ വസ്ത്രം കണ്ട ഉടനെ ഡഗ്രു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് മങ്കേഷിന്റെ യൂണിഫോമാണ്. കാണാതായ ദിവസം അവൻ ധരിച്ചിരുന്നത് ആ വസ്ത്രമായിരുന്നു. ഇപ്പോൾ കണ്ടുകിട്ടപ്പെട്ട തലയുടെ മറുപകുതി അടുത്ത് എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ച പോലീസ് വീണ്ടും പോലീസ് നായ്ക്കളെ കൊണ്ടുവന്നു. ഇത്തവണയും പോലീസ് നായ്ക്കൾ ആ വനപ്രദേശമാകെ അരിച്ചു പെറുക്കി, അതും മണിക്കൂറുകളോളം. ഒടുവിൽ ആ പോലീസ് നായ്ക്കൾ ഓടി മുൻപ് ചെയ്തതുപോലെ മങ്കേഷിന്റെ വീട്ടുമുറ്റത്തെത്തി. പിന്നെ ആ വീടിന് ചുറ്റും 2-3 തവണ വട്ടം കറങ്ങിയിട്ട് അന്വേഷണം അവസാനിപ്പിച്ചു. പോലീസിന് കിട്ടിയ ശരീരഭാഗങ്ങൾ അവർ വീണ്ടും ലാബിലേക്ക് അയച്ചു. ഫോറൻസിക് റിപ്പോർട്ടിന്റെ ഫലം മറ്റൊന്നുമായിരുന്നില്ല, കൊല്ലപ്പെട്ടത് മങ്കേഷ് തന്നെയാണ്. മാത്രവുമല്ല, മൂർച്ചയുള്ള കോടാലി പോലെയുള്ള എന്തോ ആയുധം ഉപയോഗിച്ചാണ് അവന്റെ ശരീരഭാഗങ്ങൾ കൊലയാളി വേർപെടുത്തിയത്. നമ്മൾ മുൻപ് കണ്ടതുപോലെ ആ കൊലയാളി കുട്ടിയെ തുണ്ടായിട്ട് വെട്ടി മാറ്റുന്ന സമയത്ത് അവന് ജീവൻ ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ മരണശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് ആർക്കും അറിയില്ല. സംശയിക്കാവുന്ന ഒരു പ്രതിയോ സാക്ഷിയോ അങ്ങനെ ആരുമില്ല. എങ്കിലും പോലീസ് ഒരു നിഗമനത്തിലെത്തി. കൊലയാളി ആരാണെങ്കിലും അവൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് മങ്കേഷാണെന്ന് എല്ലാവരും അറിയണമെന്ന് പ്രതിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണവൻ കണ്ടെടുക്കപ്പെട്ട ആ ബോഡിയിൽ മങ്കേഷ് കാണാതാകുന്ന അന്ന് ധരിച്ച വസ്ത്രവും വെച്ചത്. ഇത്രയധികം അന്വേഷണം നടത്തിയിട്ടും പോലീസ് നായ്ക്കളെ വരുത്തിയിട്ടും ധാരാളം പോലീസുകാർ ഉണ്ടായിട്ട് പോലും ഈ കേസിൽ യാതൊരു തുമ്പും കണ്ടെത്തുവാൻ അവർക്കായില്ല. ഇത് എൻ്റയർ മഹാരാഷ്ട്ര പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു നാണക്കേടായിട്ട് മാറുകയാണ്. ആരോരും അറിയാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ നടന്ന ഒരു മർഡർ അന്വേഷിക്കുവാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് നിയോഗിച്ചത് 50ഓളം പോലീസുകാരെയാണ്. അവർ പല രീതിയിൽ അന്വേഷിച്ചിട്ടും ഒരു തുമ്പ് പോലും കിട്ടിയില്ല. മാധ്യമങ്ങൾ നിശിതമായിട്ട് ഇതുവരെയും പ്രതിയെ കണ്ടുപിടിക്കുവാനായിട്ട് കഴിയാത്തത് പോലീസിന്റെ കഴിവുകേടാണെന്ന് വിമർശിച്ചു. ഈ സമയത്താണ് പോലീസ് ഒരു കാര്യം ചിന്തിച്ചത്. ഈ കേസിൽ പ്രധാനപ്പെട്ട എന്തോ ഒരു പോയിന്റ് നമ്മൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് കണ്ടുപിടിച്ചാൽ ഈ കേസ് തെളിയിക്കുവാനായിട്ട് കഴിയും. അത് എന്താണെന്ന് അവർ ആലോചിക്കുവാൻ തുടങ്ങി. മങ്കേഷിന്റെ കേസ് അന്വേഷിച്ച എല്ലാ പോലീസുകാരെയും വിളിച്ചു വരുത്തി മേലുദ്യോഗസ്ഥർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ആ മീറ്റിംഗിൽ അവർ പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചു. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ സമയത്താണ് ഒരു കാര്യം അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത്. തങ്ങൾ ഇത്രയും നാളും വിട്ടുകളഞ്ഞ ഒരു കാര്യം. 2 തവണ പോലീസ് നായ്ക്കൾ മങ്കേഷിന്റെ തിരോധാനം അന്വേഷിച്ച് ആ വനത്തിലെത്തിയിരുന്നു. ഈ 2 തവണയും ആ വനമാകെ അരിച്ചു പെറുക്കിയ ശേഷം നായ്ക്കൾ മങ്കേഷിന്റെ വീട്ടുമുറ്റത്താണ് വന്നു നിന്നത്. ആ ഗ്രാമത്തിലുള്ള സകല വീടുകളും പോലീസ് അരിച്ചു പെറുക്കിയെങ്കിലും ഇരകളായതുകൊണ്ട് ഡഗ്രുവിന്റെ കുടുംബത്തിൽ മാത്രം കയറിയില്ല. അവിടെ അന്വേഷിച്ചുമില്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. അതോടെ അവരുടെ മുഴുവൻ ശ്രദ്ധയും മങ്കേഷിന്റെ കുടുംബത്തിന് നേർക്കായി. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മേല് അതിശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ട്, മീഡിയയുടെ ഭാഗത്തു നിന്നും മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിച്ചേ അവർക്ക് മതിയാവൂ. അതുകൊണ്ട് അവർ ഒരു പുതിയ പ്ലാൻ ഇടുകയാണ്.
പോലീസുകാർ നേരെ ആ ഗ്രാമത്തിലേക്ക് ചെന്ന് ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിളിച്ച് ഒരു കാര്യം അറിയിച്ചു. മങ്കേഷിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും വിവരം തരുന്നവർക്ക് ക്യാഷ് റിവാർഡ് തരുന്നതായിരിക്കും. ക്യാഷ് റിവാർഡ് കിട്ടുമെന്ന് കേട്ടതോടെ പലരും മുൻപോട്ട് വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊന്നും പോലീസിന് ഉപകാരപ്രദമായിരുന്നില്ല. അപ്പോഴാണ് ഈ കേസിനെ വഴിതിരിച്ചു വിട്ട ഒരു സംഭവം ഉണ്ടായത്. മങ്കേഷിന്റെ വീട്ടിൽ നിന്നും 2 വീടുകൾ മാറി മറ്റൊരു വീടുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തി വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ 5-6 മാസമായിട്ട് അവർക്ക് അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി എല്ലാ ദിവസവും മങ്കേഷിന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. എല്ലാ തവണയും ആ അപരിചിതം വരുന്നത് ഡഗ്രു ജോലിക്ക് പോയ ശേഷമായിരിക്കും. ആ സമയത്ത് കുട്ടികൾ പോലും വീട്ടിലുണ്ടായിരിക്കില്ല. ഈ ഇൻഫർമേഷന് എന്തോ ചില പ്രത്യേകത ഉള്ളതായിട്ട് പോലീസിന് തോന്നി. അവർ ഒരു കാര്യം ചെയ്തു. ആ ഇൻഫോർമറുടെ സഹായത്തോടെ ഡഗ്രുവിൻ്റെ വീട്ടിൽ പതിവായിട്ട് വരുന്ന ആളെ കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നെ ചോദ്യം ചെയ്തു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ്. അവൻ്റെ പേര് സദാം പട്ടേൽ എന്നാണ്. ഈ സദാം പട്ടേൽ വേറെ ആരുമല്ല, ഡഗ്രുവിൻ്റെ പെങ്ങളുടെ മകനാണ്. അതായത് സദാം പട്ടേലിൻ്റെ അമ്മാവനാണ് ഡഗ്രു പട്ടേൽ. ഗീതയാകട്ടെ അമ്മായിയും. സദാം പട്ടേലിന് ഡഗ്രുവിൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധമുണ്ട് എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ പോലീസിന് അവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ചില സംശയങ്ങൾ തോന്നി. അതുകൊണ്ട് ചോദ്യം ചെയ്യലിൻ്റെ രീതി അവർ ഒന്ന് മാറ്റിപ്പിടിച്ചു. മങ്കേഷിനെ കൊന്നത് നീയാണെന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. മര്യാദയ്ക്ക് കുറ്റം സമ്മതിച്ചോ എന്ന് പറഞ്ഞു. കാരണം പോലീസിന് ഇതിനോടകം മനസ്സിലായിരുന്നു ഈ കൊലപാതകവുമായിട്ട് ഇവന് എന്തോ ബന്ധമുണ്ട്. അവൻ്റെ ഉള്ളിലേക്ക് ഭയം ഇട്ടുകൊടുത്ത് തിരിച്ച് ശരിയായിട്ടുള്ള മറുപടി വാങ്ങിയെടുക്കുക എന്ന തന്ത്രമായിരുന്നു അവർ ഇവിടെ പ്രയോഗിച്ചത്. പോലീസിൻ്റെ അനുമാനം തെറ്റിയില്ല. ഒടുവിൽ സദാം പട്ടേലിൻ്റെ വായിൽ നിന്നും ചില സത്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. അയാൾ പോലീസിനോട് കൺഫസ് ചെയ്തത് ഇതാണ്: എനിക്കും ഗീതയ്ക്കും തമ്മിൽ, അതായത് അവൻ്റെ അമ്മായിയുമായിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എനിക്ക് ഈ കൊലപാതകവുമായിട്ട് യാതൊരു പങ്കുമില്ല. മങ്കേഷ് കാണാതായ ദിവസം, അതായത് ഫെബ്രുവരി 2-ാം തീയതി ഞാനല്ല ആ വീട്ടിലേക്ക് പോയത്. അന്ന് ഗീതയെ കാണുവാനായിട്ട് പോയത് രാജേന്ദ്ര പട്ടേലായിരുന്നു. അവനാണ് മങ്കേഷിനെ കൊന്നത്. ഇപ്പോൾ ഈ കഥയിലേക്ക് പുതിയൊരു കഥാപാത്രം കടന്നു വരികയാണ്, രാജേന്ദ്ര പട്ടേൽ. ആരാണ് ഈ രാജേന്ദ്ര പട്ടേൽ എന്ന് പോലീസ് അവനോട് ചോദിക്കും മുൻപായിട്ട് സദാം പട്ടേൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രാജേന്ദ്ര പട്ടേലാണ് മങ്കേഷിനെ കൊല ചെയ്തത്. അതിനുശേഷം അവൻ എന്നെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട പോലീസ് അമ്പരന്ന് പോവുകയാണ്. ഉടൻ തന്നെ പോലീസ് രാജേന്ദ്ര പട്ടേലിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ അന്നേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുപോലും വിടാതെ രാജേന്ദ്ര പട്ടേൽ പറഞ്ഞു. പോലീസിനെ മാത്രമല്ല, ആ നാട്ടിലുള്ള സർവ്വജനങ്ങളെയും ഞെട്ടിച്ചു കളഞ്ഞ അയാളുടെ കുറ്റസമ്മതം അതിതായിരുന്നു. ഗീതയ്ക്കും സദാം പട്ടേലിനും കഴിഞ്ഞ 6 മാസമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അടിക്കടി ആരുമില്ലാത്ത സമയത്ത് ഗീതയുടെ വീട്ടിലേക്ക് അയാൾ വരുമായിരുന്നു. ഗീതയും അത്ര മോശക്കാരിയല്ല. തൻ്റെ ഭർത്താവ് പോലും അറിയാതെ സദാമുമായിട്ട് ഈ ബന്ധം അവൾ തുടർന്നു വന്നു. അങ്ങനെ ഇരിക്കെ സദാം തൻ്റെ സുഹൃത്തായ രാജേന്ദ്രനോട് ഒരിക്കൽ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ രാജേന്ദ്രനും ഗീതയെ വേണമെന്നായി. സദാം വഴി ഗീതയും ഈ കാര്യം അറിയുകയാണ്. എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് ഗീതയും ഈ കാര്യത്തിന് ഓക്കെ പറയുകയാണ്. അങ്ങനെ കഴിഞ്ഞ 4 മാസമായിട്ട് ഈ 3 പേരും തെറ്റായിട്ടുള്ള ഈ ബന്ധത്തിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. അങ്ങനെയാണ് പതിവ് പോലെ രാജേന്ദർ ഫെബ്രുവരി 2-ാം തീയതി ഗീതയുടെ വീട്ടിലെത്തിയത്. ആ സമയത്ത് ഡഗ്രു ജോലിക്ക് പോകുമെന്നും കുട്ടികളാരും വീട്ടിൽ ഉണ്ടായിരിക്കില്ല എന്നും അറിഞ്ഞുകൊണ്ടാണ് അയാൾ വന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് അന്ന് നേരത്തെ മങ്കേഷ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ കയറിയ മങ്കേഷ് കണ്ട കാഴ്ച ഇതാണ്. ഗീതയും രാജേന്ദ്രും ഒന്നായിട്ടിരിക്കുന്നു. അവിചാരിതമായിട്ട് മങ്കേഷിനെ കണ്ട രാജേന്ദർ മങ്കേഷ് ഇത് പുറത്തു പറയുമോ എന്ന് ഭയപ്പെട്ടു. തങ്ങൾ ചെയ്ത തെറ്റ് ലോകത്താരും അറിയുവാനായിട്ട് പാടില്ല എന്ന് രാജേന്ദർ തീരുമാനിച്ചു. അതിനവൻ ചെയ്ത കാര്യമാകട്ടെ വളരെ ക്രൂരമായിരുന്നു. ഈ കാര്യം പുറത്തറിയാതിരിക്കണമെങ്കിൽ മങ്കേഷിനെ കൊലപ്പെടുത്തുകയല്ലാതെ തൻ്റെ മുൻപിൽ മറ്റു വഴിയില്ല എന്ന് രാജേന്ദർ തിരിച്ചറിഞ്ഞു. ആ സമയത്താണ് മുറിയുടെ മൂലയിൽ ചാരി വെച്ചിരുന്ന ഒരു മരക്കഷ്ണം അയാളുടെ കണ്ണിൽപ്പെട്ടത്. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. ആ തടിക്കഷ്ണം എടുത്ത് മങ്കേഷിന്റെ തലയിൽ അവൻ്റെ അമ്മയുടെ കൺമുൻപിൽ വെച്ച് അയാൾ ആഞ്ഞടിച്ചു. ആ അടിയേറ്റ് തല മുഴുവനും രക്തവുമായിട്ട് മങ്കേഷ് കുഴഞ്ഞ് നിലത്തേക്ക് വീണു. പിന്നെ അനക്കമില്ലാതെ കിടന്നു. ഒന്ന് ചിന്തിക്കുവാനുള്ള സമയം കിട്ടും മുൻപ് രാജേന്ദർ ഇങ്ങനെ ചെയ്തത് കണ്ട് ഗീത ഭയം നരണ്ട് മരവിച്ച് നിന്നുപോയി. ഗീത ഓടി വന്ന് മങ്കേഷിനെ കുലുക്കി വിളിച്ചു. പക്ഷേ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവൻ്റെ തലയിൽ നിന്നും രക്തം ഒഴുകുകയാണ്. രാജേന്ദറിന്റെ ഒറ്റയടിയിൽ തൻ്റെ മകൻ മരിച്ചു പോയെന്ന് ഗീത മനസ്സിലാക്കി അവർ കരയുവാൻ തുടങ്ങി. എന്നാൽ യാതൊരു കുറ്റബോധവുമില്ലാതെ രാജേന്ദർ ഗീതയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ പോലീസിന്റെ പിടിയിലാവും. മാത്രവുമല്ല, നമ്മുടെ ഈ ബന്ധത്തിന്റെ കാര്യം എല്ലാവരും അറിയുകയും ചെയ്യും. അതോടെ വലിയ നാണക്കേടുമാവും. അതുകൊണ്ട് സംഭവിച്ചത് സംഭവിച്ചു. ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇത് ആരും അറിയുവാനായിട്ട് പാടില്ല. അതോടെ ഭയന്നു പോയ ഗീതയും രാജേന്ദ്രന്റെ കൂടെ കൂടുകയാണ്. പിന്നെ ഇരുവരും ചേർന്നാണ് ബാക്കി പരിപാടി പ്ലാൻ ചെയ്തത്. മങ്കേഷിന്റെ ജഡം എങ്ങനെ മറവ് ചെയ്യാമെന്നാണ്
അവർ ആലോചിച്ചത്. അധികം വൈകാതെ സ്കൂളിൽ നിന്നും മങ്കേഷിന്റെ അനുജത്തി മടങ്ങി വരുമെന്ന് ഇരുവർക്കും അറിയാം. അതിനു മുൻപായിട്ട് മങ്കേഷിന്റെ ജഡം അവർ ഒരു ചാക്കിൽ കെട്ടി. പിന്നെ നിലത്തുണ്ടായിരുന്ന ചോര മുഴുവനും ഇരുവരും ചേർന്ന് തുടച്ചു മാറ്റി. അതിനുശേഷമാണ് സദാനെ ഫോൺ വിളിച്ചത്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെയും അവിടേക്ക് വരുത്തി. അതിനുശേഷം 3 പേരും ചേർന്ന് ഒരു പ്ലാൻ ചെയ്യുകയാണ്. മങ്കേഷിന്റെ ജഡം പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ മൂവരും പിടിക്കപ്പെടും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനുവേണ്ടി അവർ തീരുമാനിച്ച കാര്യം ഇതായിരുന്നു. കുട്ടിയുടെ ജഡം കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് വനത്തിൽ പലയിടത്തായിട്ട് ഇടുക. വൈകാതെ കാട്ടുമൃഗങ്ങൾ അത് ആഹരിച്ചുകൊള്ളും. അങ്ങനെ ചെയ്യുവാനായിട്ട് മങ്കേഷിന്റെ ജഡം ആ ചാക്കോടുകൂടി എടുത്തുകൊണ്ട് അവർ വനത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം രാജേന്ദ്രനും സദാനും ചേർന്ന് ഒരു മൂർച്ചയുള്ള കോടാലി ഉപയോഗിച്ച് മങ്കേഷിന്റെ കൈയും കാലും വെട്ടി വേർപെടുത്തുകയാണ്. ആ സമയത്താണ് അവർക്ക് മറ്റൊരു സംശയമുണ്ടായത്. ഒരു പക്ഷേ കാട്ടുമൃഗങ്ങളൊന്നും ഈ ശവശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ പോലീസ് തങ്ങളെ പിടികൂടുവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാനായിട്ട് അവർ ചെയ്ത കാര്യം ഇതാണ്. മങ്കേഷിന്റെ കാല് മാത്രം വെട്ടിയെടുത്ത് അവിടെ തന്നെ ഇട്ടു. ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ ദൂരെ കാടിന്റെ ഉള്ളിലായിട്ട് ചാക്കോട് കൂടി കുഴിച്ചിട്ടു. എന്നാൽ അവർ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. മങ്കേഷിന്റെ ജഡം ഏതെങ്കിലും മൃഗങ്ങൾ ഭക്ഷിക്കുമോ എന്നറിയുവാനായിട്ടാണ് ഒരു കാൽ മാത്രം അവരവിടെ ഉപേക്ഷിച്ചത്. എന്നാൽ ഏതെങ്കിലും മൃഗം ആ കാൽ കണ്ടെത്തും മുൻപായിട്ട് അതുവഴിക്ക് മരം വെട്ടുവാനായിട്ട് വന്ന ഒരു മരം വെട്ടുകാരൻ ആ കാൽ കാണുകയും ഉടൻ തന്നെ ഗ്രാമത്തിൽ അറിയിക്കുകയും ചെയ്തു. ഗ്രാമവാസികൾ പോലീസിലും. അതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസിന്റെ അന്വേഷണത്തിൽ അത് മങ്കേഷിന്റെ കാലാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതിനിടയിലാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത് മന്ത്രവാദികളുടെ നേർക്കാണ്. ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് ഇരുവർക്കും തോന്നി. മന്ത്രവാദികളാണ് ഇതിന് പിന്നിലെന്ന് വരുത്തി തീർക്കുവാനായിട്ട് അവർ അടുത്തതായിട്ട് ചെയ്ത കാര്യം ഇതാണ്. മങ്കേഷിന്റെ കുഴിച്ചിട്ട ജഡം പുറത്തെടുത്തു. പിന്നെ അതിൽ നിന്നും ഒരു കൈയും തലയും വെട്ടിമാറ്റി. നരബലി പോലെ തോന്നിക്കണമെങ്കിൽ അതിന് വേറെയും ചില കാര്യങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് വെട്ടിയെടുത്ത തല 2 കഷ്ണമായിട്ട് മുറിച്ചത്. അതിനുശേഷം ആ ശരീരഭാഗങ്ങൾ എല്ലാവരും കാണും വിധം കൊണ്ടുവന്നിടുകയും ചെയ്തു. ഇതോടെ പോലീസ് മന്ത്രവാദമായിരിക്കാം ഇതിന്റെ പിന്നിലെന്ന് ഉറപ്പിച്ച് ഈ കേസ് ക്ലോസ് ചെയ്യുമെന്നാണ് അവർ വിചാരിച്ചത്. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ. ഈ 3 കുറ്റവാളികളും വിചാരിച്ച രീതിയിൽ തന്നെയാണ് ഈ കേസ് മുൻപോട്ട് പോയത്. എന്നാൽ പോലീസ് നായ്ക്കളുടെ ആക്ടിവിറ്റി സംശയം തോന്നിയ പോലീസ് ആ സംശയത്തിന്റെ പിന്നാലെ പോവുകയും ഒടുവിൽ ഈ കേസ് തെളിയിക്കുകയും ചെയ്തു. രാജേന്ദ്രന്റെ കൺഫെഷനെ അടിസ്ഥാനമാക്കി ഗീതയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരും ഇപ്പോൾ ജയിലിലാണ്. അവർ അവരുടെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കൊടൂരമായിട്ടുള്ള ഈ ക്രൈമിന്റെ മൂല കാരണം എന്താണ്? വ്യക്തിശുദ്ധിയില്ലായ്മ, വഞ്ചന. അങ്ങനെ ജീവിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. അവരുടെ ജീവിതം അവരെ മാത്രമല്ല അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരെയും ബാധിക്കും. അതിന് ഈ കേസ് ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. തൻ്റെ അമ്മയുടെ വിശ്വാസവഞ്ചന, ഗീതയുടെ അവിഹിത ബന്ധം, ഒരു തെറ്റും ചെയ്യാത്ത മങ്കേഷിന്റെ ജീവനാണ് എടുത്തത്. അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഗീത ഇപ്പോൾ ജയിലിലാണ്. ഗീതയുടെ മകളുടെ ഭാവി ജീവിതവും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു.